സർക്കാരിന് പിന്തുണ നൽകുന്ന ജെഡിയുവും ടിഡിപിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ നേട്ടം. ബീഹാറിന് മാത്രം 37,50,000 കോടി രൂപ മാറ്റിവെച്ചു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയുടെ വികസനത്തിന് മാത്രം 15,000 കോടി ലഭിക്കും. 1. Patna-Purnia Expressway. 2. Buxar-Bhagalpur Expressway. 3. Bodh Gaya, Rajgir, Vaishali and Darbhanga spurs. And 4. Additional 2-lane bridge over River Ganga at Buxar at a total cost of 26,000 crore rupees. Power projects, including setting up of a new 2,400 megawatt power plant at Pir Painti, will be taken up at a cost of 21,400 crore rupees. New airports, medical colleges and sports infrastructure in Bihar will be constructed. An additional allocation to support capital investments will be provided. The requests of Bihar government for external assistance from multilateral development banks will be expedited. Our government has made concerted efforts to fulfill the commitments in Andhra Pradesh Reorganization Act, recognizing the state's need for a capital. കൂടുതൽ വിവരങ്ങളുമായി പി ബസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നു. പി ബസന്ത്, ഒരു ബജറ്റ്, യൂണിയൻ ബജറ്റ്, കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ദിവസം ഏറ്റവും കൂടുതൽ ശ്രദ്ധയർപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തേത് ഞാൻ ബസന്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ രംഗങ്ങളിൽ നികുതി ഇളവുണ്ടാവും, ഏതൊക്കെ മേഖലകളിൽ നികുതി വർധനവുണ്ടാവും, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന നികുതികളെ കുറിച്ച് ഒന്ന് വിശദമാക്കൂ. മോത്തി, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതുപോലെ തന്നെ പ്ലാറ്റിനം അടക്കമുള്ള വസ്തുക്കളുടെ നികുതിയിൽ കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, സാധാരണക്കാരെ ബാധിക്കുന്ന മരുന്നുകൾ, അതായത് 3 ക്യാൻസർ മരുന്നുകളുടെ വില കുറയുന്നതനുസരിച്ചിട്ടുള്ള കസ്റ്റംസ് തീരുവയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സർക്കാർ എന്നുള്ളതാണ്. തുകൽ, അതായത് ലെതർ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ഇവയുടെയൊക്കെ തന്നെ വില കുറയുന്ന തരത്തിലാണ് ഇപ്പോൾ നികുതി കുറച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള നികുതി നിരക്ക് ഉയർത്തൽ നടത്തിയിട്ടുള്ളത്, ഒന്ന്, ഈ സാധാരണ ഓഹരി കമ്പോളത്തിൽ നിന്നുള്ള വരുമാനത്തിൽ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ഹ്രസ്വകാല നിക്ഷേപങ്ങളുണ്ട്. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, ഇവയുടെയൊക്കെ തന്നെ പരിധി കൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെത്, ഹ്രസ്വകാല നിക്ഷേപങ്ങളുടേത് 20%, ദീർഘകാല നിക്ഷേപങ്ങളുടെ 10 നിന്നും 12.5% വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് വലിയ തോതിൽ ഓഹരി കമ്പോളത്തെയും ബാധിച്ചിട്ടുണ്ട്. സർക്കാർ ഈ ഓഹരി കമ്പോളത്തിൽ നിന്നുള്ള വരുമാനത്തെക്കാൾ ഉപരി സ്വർണ്ണമടക്കമുള്ള, വെള്ളിയടക്കമുള്ള, പ്ലാറ്റിനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് ഓഹരി കമ്പോളത്തിൽ വലിയ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട്. 1000 പോയിന്റ് വരെ നിഫ്റ്റി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ പ്രധാനമായും ഇതിന് കാരണമായി പറയുന്നത് ഈ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നുള്ള വരുമാനത്തിന് സർക്കാർ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത് ബാങ്കിങ്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലകളിലെ ഓഹരികളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ബജറ്റ് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്.